എൻ്റെ എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. ഇന്നത്തെ നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ 2023 നടന്ന ക്വസ്റ്റ്യൻ പേപ്പറാണ്. അതിൻ്റെ മാത്സ് പാർട്ടാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയുള്ളൂ. താഴെ പറയുന്ന ശ്രേണിയിൽ അടുത്ത സംഖ്യ ഏത്? എങ്ങനെയാണ് അടുത്ത സംഖ്യ കാണാൻ നോക്കൂ. 15ഉം 16ഉം ആണ് 31 അല്ലേ? 31ഉം 17ഉം ആണ് 48. 48ഉം 18ഉം ആണ് 66. 66ഉം 19ഉം ആണ് 85. അപ്പൊ ഇനി ഏതാ വരിക? 16, 17, 18, 19. അപ്പൊ ഇനി എന്ത് കൂട്ടണം? 20 കൂട്ടണം. 85ഉം 20ഉം കൂടി കൂട്ടി എത്രയാണ്? 105. അപ്പൊ ഏതാണ് ആൻസർ? ബി എന്നുള്ളതാണ് ഓപ്ഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. 246, 352, 453, 507, 633. ഇതിൽ നോക്കൂ. ഈ സംഖ്യകളെല്ലാം നോക്കുമ്പോൾ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റാത്തത് ഇത് മാത്രമാവും. എങ്ങനെയാണ് നമ്മൾ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുക എന്നറിയാം. അതായത് ഈ ഡിജിറ്റ്സ് നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട് വെച്ചെങ്കിൽ, അതായത് ഈ നമ്പേഴ്സ് എല്ലാം ആഡ് ചെയ്തിട്ടുണ്ട് വെച്ചെങ്കിൽ നമുക്ക് 3ന്റെ ഗുണിതമായിട്ട് വരണം. അതായത് 6, 4, 10, 12. 12 3ന്റെ ഒരു ഗുണിതമല്ലേ? അപ്പൊ ഇത് 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. ഇനി ഇതോ നോക്കൂ. 5, 3, 8, 8, 4, 12. ഇനി 7, 5, 12, 6, 3, 9, 9, 3, 12. അപ്പൊ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുക എന്നുള്ളത് അല്ലാണ്ട് 12 ആണ് എല്ലാത്തിൻ്റെയും ഡിജിറ്റ്സ് കൂട്ടിയാ വരണത് അല്ലെ? പിന്നെ എന്താണ്? 5, 2, 7, 7, 3, 10. ഇത് മാത്രമാണ് അതിന്ന് വ്യത്യാസമായിട്ടുള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. അപ്പൊ ബി എന്നുള്ളതാണ് ഓപ്ഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഒരാൾ ഒരിടത്തേക്ക് സൈക്കിളിൽ പോവാനും തിരിച്ച് നടക്കാനും ഒരിടത്തേക്ക് സൈക്കിളിൽ പോവാനും തിരിച്ച് നടന്നു പോരാനും 12 മണിക്കൂർ എടുത്തു. 2 യാത്രയും സൈക്കിളിലാണെങ്കിൽ 2 മണിക്കൂർ ലാഭിക്കാമായിരുന്നു എങ്കിൽ 2 യാത്രയും നടന്നു പോകാൻ എത്ര സമയമെടുക്കും? അതായത് നമ്മള് സൈക്കിളിൽ പോണത് എക്സ് ആണെന്ന് വിചാരിച്ചു, നടന്നു പോണത് വൈ ആണെന്നും വിചാരിച്ചു. എക്സും വൈയും കൂടി കൂട്ടിയാ നമുക്ക് എന്ത് കിട്ടണം? 12 മണിക്കൂറാണ് നമുക്ക് എടുത്തത് അല്ലെ? ഇനി സൈക്കിളിൽ തന്നെയാണ് 2 യാത്രയും സൈക്കിളിലാണ് വെച്ചെങ്കിൽ, അതായത് എക്സും കൂടിയിട്ടാണ് കൂട്ടിയെങ്കിൽ നമുക്ക് 2 മണിക്കൂർ ലാഭിക്കാന്ന് പറഞ്ഞാൽ 12 - 2 എത്രയാ? 10. അപ്പൊ 2x എന്ന് പറയുന്നത് 10 ആണ് വെച്ചെങ്കിൽ എക്സ് എന്താവും? 5 ആവും അല്ലെ? 10/2 5 ആവും. അപ്പോ എക്സ് എന്ന് പറയുന്നത് എന്തായിട്ടാ നമ്മൾ എടുത്തത്? എക്സ് എന്ന് പറയുന്നത് സൈക്കിളിലായിരുന്ന യാത്ര അല്ലെ? അപ്പൊ സൈക്കിളിലാണ് വെച്ചെങ്കിൽ 5 നമുക്ക് കിട്ടി. അപ്പൊ ഇനി നടന്നാണ് വെച്ചെങ്കിൽ വൈ ആണ് കണ്ടുപിടിക്കേണ്ടത് അല്ലെ? നടന്നാണ് വെച്ചെങ്കിൽ വൈ ആണ് എടുത്തേക്കണേ. അപ്പൊ ഇവിടെ 5 വെച്ചെങ്കിൽ വൈ എന്താവും? വൈ = 12 - 5 ആവില്ലേ? അപ്പൊ 7 ആവും അല്ലെ? അപ്പൊ ഒരു ഭാഗത്തേക്ക് നടക്കാൻ നമുക്ക് 7 എന്ത് വേണം? 7 മണിക്കൂർ വേണം അല്ലെ? അപ്പൊ 2 ഭാഗത്തേക്കും നടന്നാണ് വെച്ചെങ്കിൽ 2 വൈ വേണ്ടേ? 2 വൈ എന്ന് പറയുന്നത് എന്താവും? 2 × 7, അതായത് 14. അതായത് 7 + 7 14. അപ്പൊ 14 മണിക്കൂർ എടുത്താലാണ് നമുക്ക് 2 യാത്രയും നടന്നായിട്ട് പോവാൻ സാധിക്കുക. അതായത് ഞാൻ എക്സ് എന്തെടുത്തു? സൈക്കിളിലാണ് പോയതെന്ന് എടുത്തു. വൈ എന്തെടുത്തു? നടന്നാണ് പോയതെന്ന്. ഒരു ഭാഗത്തേക്ക് നടന്നും ഒരു ഭാഗത്തേക്ക് സൈക്കിളിലും പോയപ്പോ, അതായത് x + y എന്ന് പറയുമ്പോ 12 ആയി കിട്ടി. ഇനി 2 ഭാഗത്തേക്കും സൈക്കിളിലാണ് വെച്ചെങ്കിൽ എക്സ് + എക്സ് തന്നെയാണ് അല്ലെ? അതെന്ന് പറയുന്നത് 10 ആണെന്ന് നമുക്കറിയാം. കാരണം 2 മണിക്കൂറാണ് ലാഭിച്ചത്. അപ്പൊ 12ന്ന് 2 കുറച്ചപ്പോ 10 കിട്ടി. അപ്പൊ 2x എന്ന് പറയുന്നത് എത്രയായി? 10 ആയി. അപ്പൊ x എന്താണ്? 10/2 5 എന്ന് കിട്ടി. അപ്പൊ എന്താണ്? സൈക്കിളിൽ പോകുമ്പോ 5 മണിക്കൂറാണ് ഒരു ഭാഗത്തേക്ക് എടുക്കണത് അല്ലെ? അപ്പം നടന്നിട്ടാണ് വെച്ചെങ്കിലോ അത് കാണാൻ വേണ്ടി y = 12 - 5, അതായത് 7. അപ്പൊ ഒരു ഭാഗത്തേക്ക് നടക്കാൻ 7 അവർ വേണമെങ്കിൽ 7 മണിക്കൂർ വേണമെങ്കിൽ
നമുക്ക് രണ്ട് ഭാഗത്തേക്കും നടക്കാൻ വേണ്ടി 7 + 7 വേണം അല്ലെ, 14 മണിക്കൂർ വേണം. അതാണ്, അങ്ങനെയാണ് നമ്മൾ ചെയ്യുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. അനിൽ ഒരു ജോലി 12 ദിവസം കൊണ്ടും ബാബു അതേ ജോലി 20 ദിവസം കൊണ്ടും ചെയ്തു തീർക്കും. രണ്ടുപേരും ചേർന്നാൽ എത്ര ദിവസം കൊണ്ട് ഈ ജോലി ചെയ്തു തീർക്കാൻ സാധിക്കും? അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത്? രണ്ടുപേരും കൂടി ചേർന്നുള്ള ജോലി എത്ര ദിവസം കൊണ്ടാന്ന് കാണാൻ വേണ്ടി ഇതിനെ രണ്ടിനും മൾട്ടിപ്ലൈ ചെയ്തിട്ട് എത്ര കൊണ്ട് ഹരിച്ചാൽ മതി? ഇതിനെ തമ്മിൽ കൂട്ടിയത് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. മൾട്ടിപ്ലൈ ചെയ്യാല 12 × 20 / 12 + 20. എന്തുകൊണ്ടാണ് അത് ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞു തരാം. ഇപ്പൊ 240 അല്ലെ, 12 212 24, 240 എത്ര വരും? 32 എന്ന് വരും. 2 പോവും, 16 2 32. ഇവിടെ ആവുമ്പോഴോ 12 അല്ലെ, 120. ഇതിൽ 4 പോവില്ലേ, 4 16, ഇവിടെ 30. 30/4 എന്ന് പറയുമ്പോ എന്താണ്? 15/2 എന്ന് വരില്ലേ? 15/2 എന്ന് പറയുന്നത് എത്രയാണ്? 7.5 ദിവസം. ഇതെങ്ങനെയാണ് വന്നേ? അതായത് അനിൽ ഒരു ദിവസം ചെയ്യണ ജോലി എത്രയാണ്? 1/12 ഭാഗമല്ലേ. ബാബു ഒരു ദിവസം കൊണ്ട് ചെയ്യണത് എത്രയാണ്? 1/20 അല്ലേ. ഇത് രണ്ടും കൂടി കൂട്ടിയാ രണ്ടാളും കൂടി ചെയ്യണ ഒരു ദിവസത്തെ ജോലി കിട്ടുമോ? ഉവ്വ്. അപ്പൊ എങ്ങനെയാണ്? 20 + 12 അതെങ്ങനെ കിട്ടണേ? LCM എടുത്തു, 12 20. അപ്പൊ 12 × 20 ആക്കി. LCM എടുക്കുകയാണെന്ന് വെച്ചെങ്കിൽ നമുക്ക് ഇത്ര വരേണ്ട ആവശ്യമില്ല. കാരണം എന്താണ് വരിക? 15 60 പറ്റും അല്ലേ. അപ്പൊ അങ്ങനെ എടുത്താലും മതി. അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക? ഇതിനെ രണ്ടിനെയും ഗുണിക്കുക. അപ്പൊ ഗുണിക്കണത് മുകളിൽ എഴുതുക, എന്നിട്ട് കൂട്ടുക. അപ്പൊ എന്താണ്? 32/12 × 20. അത് ഒരു ദിവസം ചെയ്യണതല്ലേ. അപ്പൊ നമുക്ക് എത്ര ദിവസം വേണമെന്ന് അറിയാൻ ഇതിന്റെ റെസിപ്രോക്കല് കണ്ടാൽ മതി. റെസിപ്രോക്കൽ എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് ഇതിന്റെ അംശം ഛേദമായിട്ടും ഛേദം അംശമായിട്ടും എഴുതുക. അപ്പൊ 12 റെസിപ്രോക്കൽ എന്ന് പറഞ്ഞ വ്യുൽക്രമം. 12 × 20 / 12 + 20. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ഇങ്ങനെ ചെയ്താൽ മതിന്ന്. അത് എന്തുകൊണ്ടാണ് ഇങ്ങനെ വരണേന്നാണ് ഇപ്പൊ ഞാൻ പറഞ്ഞു തന്നത്, എങ്ങനെയാണ് വരണേന്ന്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 5 കൊല്ലം മുമ്പ് അമ്മയുടെ വയസ്സ് കുഞ്ഞിന്റെ വയസ്സിന്റെ 7 ഇരട്ടിയായിരുന്നു. ഇന്ന് 4 ഇരട്ടിയാണ്. 4 ഇരട്ടി ഇന്നുണ്ട് കേട്ടോ, നിങ്ങൾക്ക് കാണാണ്ടാവില്ല. ഇന്ന് 4 ഇരട്ടിയാണ് എങ്കിൽ അമ്മയ്ക്ക് ഇന്ന് എത്ര വയസ്സ്? അതായത് 5 കൊല്ലം മുമ്പ്. ഇപ്പൊ അമ്മയുടെ വയസ്സ് ഞാൻ മദർ എന്നുള്ളതിന് M എന്ന് എടുത്തു. കുഞ്ഞിന്റെ വയസ്സ് ചൈൽഡ് എന്നുള്ളതിന് C എന്ന് കൊടുത്തു. അപ്പൊ നമുക്ക് എന്താണ്? 5 കൊല്ലം മുമ്പ് അമ്മയുടെ വയസ്സ് എന്ന് പറഞ്ഞാൽ M-5 ആയോ? കുഞ്ഞിന്റെ വയസ്സ് അപ്പൊ എന്താവും? C-5 ആയോ? ഇനി ഇതിന്റെ റിലേഷൻ പറയണത് എന്താണ്? 5 കൊല്ലം മുമ്പ് അമ്മയുടെ വയസ്സ് കുഞ്ഞിന്റെ വയസ്സിന്റെ 7 ഇരട്ടി. അപ്പൊ M-5 എന്ന് പറയണത് 7 × C-5. അപ്പൊ എങ്ങനെയാണ് വരിക? M-5 = 7C - 35 എന്ന് വന്നോ? അപ്പൊ നമുക്ക് M-7C എന്ന് പറയണത് എന്താന്ന് എഴുതാം? M-7C എന്ന് പറയണത് -35 + 5 എന്ന് എഴുതിക്കൂടെ? അത് എത്രയാണ്? -30 എന്ന് കിട്ടിയോ? M-7C. ഇനി വേറെ ഒരെണ്ണം കൂടി തന്നിട്ടുണ്ട് അല്ലെ. എന്താണ്? ഇന്ന് 4 ഇരട്ടിയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇന്ന് മദർ എന്ന് പറയുന്നത് 4 × C ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ 4C എന്നുള്ളത് നമ്മൾ ഈ M-ൽ കൊടുത്താൽ 4C - 7C = -30 എന്ന് കിട്ടിയോ? അപ്പൊ ഇവിടെ എന്താ വരിക? -3C എന്ന് പറയണത് -30 ആണെന്ന് കിട്ടിയോ? അപ്പൊ C എന്ത് വരും? 30/3 എന്ന് വരും. മൈനസ് രണ്ട് ഭാഗത്തും ഉണ്ട് അല്ലെ. അപ്പൊ എന്താണ്? 10 എന്ന് വന്നു. അപ്പൊ കുട്ടിയുടെ ഇയേഴ്സ് എത്രയാണ്? 10 ആണ് ഇപ്പോ. അപ്പൊ അമ്മയുടെ ഇയേഴ്സ് എത്രയാണ്? അമ്മയ്ക്ക് ഇപ്പോ 4 ഇരട്ടിയാണ് കുട്ടിയുടെ അല്ലെ. അപ്പൊ 4 × 10 അത് എത്രയാണ്? 40. ഇതാണ് ആൻസർ A എന്നുള്ളത്.
അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയാണ് നമ്മൾ ഇത്രയും സ്റ്റെപ്പുകൾ ചെയ്യണേ. ഇത്രയും സ്റ്റെപ്പ് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഒന്നുമില്ല വെച്ചെങ്കിൽ നിങ്ങൾ ഓപ്ഷൻ എന്ന് നോക്കുക, ഇതിന് കറക്റ്റ് ആവുണ്ടോന്ന്. അല്ലെങ്കിൽ നമ്മൾ ഇങ്ങനെ തന്നെ ചെയ്തു വരാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. -32 32നെ നമുക്ക് എങ്ങനെ എഴുതാം? 2/5 എന്ന് എഴുതിക്കൂടെ? 2/5 ഹോൾ റേസ് ടു -1/5. അതായത് a/m ഹോൾ റേസ് ടു n എന്ന് പറഞ്ഞാൽ നമുക്കറിയാം a/mn ആണെന്ന്. അപ്പൊ നമുക്ക് ഇതിനെ എന്താ എഴുതാം? 2/5 ഇൻറ്റു -1/5. 5 ക്യാൻസൽ ചെയ്ത് പോവും. അപ്പൊ 2/-1 മാത്രം വരും. 2/-1 മൈനസ്, പിന്നെ ഇതിനെ എന്താ എഴുതാം? 27നെ 3 ക്യൂബ് എന്ന് എഴുതിക്കൂടെ? 3 ക്യൂബ് ഹോൾ റേസ് ടു -2/3 എന്ന് പറയുമ്പോൾ 3/3 ഇൻറ്റു -2/3 ആയില്ലേ? അപ്പൊ നമുക്ക് ഇത് എന്ത് വരും? 3/-2. അപ്പം 3/-2. ഇനി 2/-1നെ എങ്ങനെ എഴുതാം? 1/2 എന്ന് എഴുതിക്കൂടെ? ഇനി 3/-2നെ എന്താ എഴുതാം? 1/3² എന്ന് എഴുതിക്കൂടെ? അതായത് 1/9. അപ്പൊ നമുക്ക് എന്ത് വരും? 1/2 മൈനസ് 1/9. ഇതിന്റെ LCM എന്ത് വരും? 18 വരും അല്ലെ? അപ്പൊ ഇവിടെ 9 കൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്. ഇവിടെ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം? 2 കൊണ്ട്. അപ്പൊ 9 - 2 7. അപ്പൊ ഏതാണ് ആൻസർ? 7/18 എന്നുള്ളതാണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 5 + 20/7 + 80/49 പ്ലസ് എക്സിട്ര ഈക്വൽ ടു. അതായത് ഇതൊരു ഇൻഫിനിറ്റ് സീരീസ് അല്ലേ? ഇത് എന്താണ്? AP ആണോ GP ആണോ? നോക്കൂ, ഇതൊരു GP ആണ് അല്ലെ? അപ്പൊ GPയുടെ ഇൻഫിനിറ്റ് സീരീസ് കാണാനുള്ള വാക്യം നിങ്ങൾക്ക് അറിയണം, എങ്കിലേ നമുക്ക് ആൻസർ കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. GPയുടെ ഇൻഫിനിറ്റ് സീരീസിന്റെ വാക്യം S∞ ഈക്വൽ ടു A/1 - R. അപ്പൊ ഇതില് A എന്ന് പറയുന്നത് ആദ്യത്തെ പദാണ്, അപ്പൊ 5 ആണ്. 1 - R എന്ന് പറയുന്നത് എന്താണ്? കോമൺ റേഷ്യോ അല്ലെ? അതായത് എങ്ങനെയാ കണ്ടുപിടിക്കുക? 20/7/5 അല്ലെ? അപ്പൊ നമുക്ക് എന്ത് വരും? 4/7 എന്ന് വരില്ലേ? അതായത് ഈ 5 ഇങ്ങോട്ട് തന്നെ വരിക. അപ്പൊ ഇത് ക്യാൻസൽ ചെയ്ത് പോവും. 4/7 എന്നാണ് വരിക അല്ലെ? 1 - 4/7. അപ്പൊ നമുക്ക് എന്ത് വരും? 5/7 - 4 എത്രയാണ്? 3. 3/7. അപ്പൊ എന്ത് വരും? നോക്കൂ, ഇവിടെ S∞ ഈക്വൽ ടു A/1 - R അല്ലെ? 1 - 4/7. അപ്പൊ നമുക്ക് എന്ത് വന്നു? 7×5 35/3. 35/3 എന്നുള്ളതാണ് ആൻസർ ആയിട്ട് വരിക. ബി. മൈനസ് ഇല്ല കേട്ടോ. 35/3 ആണ്. 35/3 ആണ്. ശരിക്കും കാണാനില്ല, എങ്കിലും 35/3 ആണ് നമ്മുടെ ആൻസർ വരിക. A/1 - R എന്നുള്ളതാണ് S∞. ഇൻഫിനിറ്റ് സീരീസ് ആണിത്. ഇതൊരു GP ആണ്. GP എന്ന് പറഞ്ഞാൽ ജോമെട്രിക് പ്രോഗ്രഷൻ, അതായത് എന്താണ്? സമഗുണിത ശ്രേണി. ജോമെട്രിക് പ്രോഗ്രഷന്റെ മലയാളമാണ് സമഗുണിത ശ്രേണി. സമഗുണിത ശ്രേണിയാണ് വെച്ചെങ്കിൽ എങ്ങനെയാണ്? ഇത് ഡിവൈഡഡ് ബൈ ഇത് എന്ന് പറയുന്നത് ഈക്വൽ ടു ഇത് ഡിവൈഡഡ് ബൈ ഇത്, അങ്ങനെയാവും അല്ലെ? കോമൺ റേഷ്യോ ഉണ്ടാവും. അതായത് ഇതിന്റെ രണ്ടിന്റെയും റേഷ്യോ എടുത്തുകൊണ്ട് വെച്ചെങ്കിൽ എല്ലാം സെയിം ആയിരിക്കും. അടുത്തടുത്ത രണ്ട് പദങ്ങൾ തമ്മിലുള്ള റേഷ്യോ എടുത്താൽ അത് സെയിം ആയിണ്ട് വെച്ചെങ്കിൽ നമുക്ക് അത് എന്തിലാണെന്ന് പറയാം? അത് സമഗുണിത പ്രോഗ്രഷനിലാണെന്ന് പറയാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം.
ഒരു വാച്ചിലെ മിനിറ്റ് സൂചിയുടെ നീളം 2 സെന്റിമീറ്റർ ആയാൽ 45 മിനിറ്റ് കഴിയുമ്പോൾ സൂചിയുടെ അറ്റം സഞ്ചരിക്കുന്ന ദൂരം എത്ര? അതായത് ഇപ്പൊ ഇവിടെയാണ് സൂചി. സൂചി ഇങ്ങനെയാണ് വെച്ചെങ്കിൽ നമ്മൾ ഇങ്ങനെ സഞ്ചരിക്കണം അല്ലെ, ഇങ്ങനെ സഞ്ചരിക്കണം. അപ്പോൾ നമുക്ക് ഈ ഒരു ഈ അളവാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്, എത്രയാണ് നമ്മൾ സഞ്ചരിച്ചെന്നുള്ളത്. അപ്പൊ ഇതെന്ന് പറയുന്നത് ചാപല്ലേ. അപ്പൊ ചാപത്തിന്റെ നീളം കാണാനുള്ള വാക്യമുണ്ട്. ചാപത്തിന്റെ നീളം ഈക്വൽ ടു 2πr ഇൻറ്റു കേന്ദ്രകോൺ ബൈ 360. അതായത് ഇവിടെ r എന്തായിട്ട് വരും? സൂചിയുടെ നീളമാണ്. അപ്പൊ 2π ഇൻറ്റു 2. കേന്ദ്രകോൺ എങ്ങനെ കണ്ടുപിടിക്കുക? അതായത് കേന്ദ്രകോൺ എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് 45 മിനിറ്റ് ആണ് കഴിയണേ അല്ലെ. ഇവിടുന്ന് എത്ര കഴിയണം? 45 മിനിറ്റ് കഴിയണം എന്ന് പറഞ്ഞാൽ ഇവിടെ എത്തണം അല്ലെ. അപ്പൊ ഈ കോൺ എത്രയാവും? ഇവിടുന്ന് എത്ര 90 ഡിഗ്രി കഴിയണം? 390 അല്ലെ. അപ്പൊ എന്താണ് വരിക? 270 എന്നാണ് വരിക. അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഓരോ 5 മിനിറ്റിനും സഞ്ചരിക്കുന്ന ദൂരം എന്ന് പറയുന്നത് എത്ര? ഓരോ 5 മിനിറ്റിനും 30 ഡിഗ്രി അല്ലേ നമ്മൾ സഞ്ചരിക്കുക. അപ്പൊ അങ്ങനെ എത്ര 30 ഡിഗ്രികൾ വേണം? 9 എണ്ണം അല്ലെ. 9-ലല്ലേ ഈ സൂചി നിൽക്കുക. അപ്പൊ 9 30 ഡിഗ്രികൾ വേണം. അപ്പൊ 9 × 3 എത്രയാണ്? 270. അപ്പൊ 270 ഡിവൈഡഡ് ബൈ 360. അപ്പൊ ഇവിടെ 4 എത്ര പ്രാവശ്യം പോവും? 9 × 4 36 അല്ലെ. ഇവിടെ 9 × 3 27. 3 പൈ എന്ന് വന്നോ? പൈന്റെ വില എത്രയാണ്? 3.14 ആണ്. അപ്പൊ 3.14 ഇൻറ്റു 3. 3 4 12, 1 1 3 3 1 4 3 9 9.42 എന്നുള്ളതാണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. സുനിൽ അർദ്ധവാർഷികമായി കൂട്ടുപലിശ കണക്കാക്കുന്ന ഒരു ബാങ്കിൽ 6% പലിശ നിരക്കിൽ നിക്ഷേപിച്ചു. ഒരു വർഷത്തിന് ശേഷം സുനിലിന് പലിശ ഇനത്തിൽ എത്ര രൂപ ലഭിക്കും? ഒന്നുമില്ലെങ്കിൽ നിങ്ങൾ A = P × 1 + R/100 എന്നുള്ള ആ വാക്യം ഉപയോഗിച്ചിട്ട് ചെയ്യാം. അല്ലെങ്കിൽ ഞാൻ പറയുന്ന രീതിയിൽ ചെയ്യാം, വേഗം കിട്ടുന്ന രീതിയാണ്. കാരണം നമ്മൾ അർദ്ധവാർഷികമായി കൂട്ടുപലിശ കണക്കാക്കുന്ന ഒരു ബാങ്കിലാണ്, ഒരു വർഷത്തിന് ശേഷമാണ് പറയണത്. അപ്പൊ 2 അർദ്ധവാർഷികം ഉണ്ടാവും അല്ലെ, 2 പ്രാവശ്യം കിട്ടും. അപ്പൊ ഈ 5000-ന് ഒരു വർഷത്തെ പലിശയാണ് 6% എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് അർദ്ധവാർഷികമായിട്ടാവുമ്പോൾ നമ്മൾ പകുതി എടുക്കണം, 3% എടുക്കണം. അപ്പൊ ഇതിന്റെ 3% എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് വരും? 150 എന്ന് വരും അല്ലെ. അപ്പൊ അടുത്ത അർദ്ധവാർഷികത്തിലും 150 കിട്ടും എന്തായാലും അല്ലെ. പിന്നെ ഈ 150-ന്റെ എത്ര ശതമാനം കിട്ടും? 30% കൂടിയും കിട്ടും. അപ്പൊ 150 ഇൻറ്റു 3/100 അത് എത്രയാണ് നോക്കൂ? 15 3 45 അല്ലെ. അപ്പൊ 4.5. അപ്പൊ ഈ 150 പിന്നെ ഒരു എത്ര വരും? 4.5 വരും. അപ്പൊ 0.5 ഇവിടെ എഴുതും, 4 ഇവിടെ 300, 304.5. ഇതാണ് ആൻസർ. അപ്പൊ വേഗം നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു ടെക്നിക്ക് പറഞ്ഞത്. കാരണം നമ്മൾ അർദ്ധവാർഷികമായിട്ട് കണക്കാക്കണത്. അപ്പോൾ ഒരു പ്രാവശ്യം കിട്ടണത് നോക്കുക, പിന്നെ എത്ര അർദ്ധവാർഷികം കിട്ടണമെന്ന് നോക്കുക, പിന്നെ ഓരോ പ്രാവശ്യവും അതിൻ്റെ എന്ത് കാണണം? അതിൻ്റെ എത്ര ശതമാനമാണോ അത്രയും ശതമാനം കൂടിയും കൂട്ടണം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഒരു വ്യാപാരി തൻ്റെ ക്യാമറ വിലയുടെ 8/1 ലാഭത്തിന് വിറ്റു. വിറ്റ വില നിങ്ങൾക്ക് ഇവിടെ കാണാനില്ല. വിറ്റ വില 1080 എങ്കിൽ ലാഭശതമാനം എത്ര? ഒരു ക്യാമറയുടെ വാങ്ങിയ വില X ആണെന്ന് വിചാരിക്കൂ. അതിന്റെ 8/1 ലാഭത്തിനാണ് വിറ്റത് അല്ലെ. Xന്റെ 1/8 ഭാഗത്തിനാണോ വിറ്റത്? അല്ല, Xന്റെ 1/8 ഭാഗം ലാഭം കിട്ടി അല്ലെ.
അപ്പൊ എക്സും എക്സിന്റെ 1/8 ഭാഗവും കൂടി കൂട്ടിയാലാണ് ഈ വിറ്റ വില കിട്ടുക അല്ലെ, 1080 രൂപ കിട്ടുക. അപ്പൊ നമുക്ക് എക്സ് ഇൻറ്റു 1+1/8 എന്ന് പറയുന്നത് ഏതാവും? 1080 ആവും. അപ്പൊ എക്സ് എന്താവും നോക്കൂ, 1080 ഇൻറ്റു 8 ഇതിന്റെ എൽസിയം കാണുമ്പോൾ 8 വരും. 8 + 1 9 എന്ന് വരും, 9. അപ്പൊ ഇവിടെ എന്താവും? 9 9 18 29 18 120. 120 ഇൻറ്റു 8 എന്ന് പറയുന്നത് എത്രയാണ്? 2 16 960. അപ്പൊ വാങ്ങിയ വില എത്രയാണ്? 960 ആണ്. വിറ്റ വില എത്രയാണ്? 1080 ആണ്. അപ്പൊ നമുക്ക് ലാഭം എത്ര കിട്ടി? 1080 960 മൈനസ് ചെയ്താ പോരെ? അപ്പൊ നമുക്ക് എത്ര കിട്ടി? 120 ആണ് ലാഭം. അപ്പൊ ലാഭ ശതമാനം എങ്ങനെ കണക്കാക്കുക? ലാഭം ബൈ വാങ്ങിയ വില. വാങ്ങിയ വില എത്രയാണ് പറഞ്ഞത്? 960 ആണ് നമ്മൾ കിട്ടിയത്. അപ്പൊ 960 ഇൻറ്റു 100. പന്തീര് 8 ആണ് 96 അല്ലെ. അപ്പൊ ഇവിടെ 8 എന്ന് വരും. ഇനി ഇവിടെ 2 ഇൻറ്റു 4 ആണ് 8. അപ്പൊ 25 ഇൻറ്റു 4 ആണ് 100. അപ്പൊ 25/2 എന്ന് പറഞ്ഞാൽ 25ന്റെ പകുതി എന്ന് പറഞ്ഞാൽ എത്രയാണ്? 12.5. 12.5% എന്നുള്ളതാണ് ആൻസർ. അപ്പൊ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു. ഇനിയും കൂടുതൽ ക്വസ്റ്റ്യൻസുമായി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.